ഷീബ. ആ ചായപ്പെടുത്തരാട്ടോ. എന്ത് പറ്റി? എന്താന്നറിയോ, ഒന്നൊരു സുഖല്ലേ. അല്ല, ഇന്നും ജോലിയില്ലേ? ഷീബേ, 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 ഷീബേ. എന്ത് ശബ്ദം? അതെ, രാഘവേട്ട പോസ്റ്റ്മാൻ തന്നതാ. നോക്കിയേ, എന്താ സംഭവം? എന്തോ കാര്യമായിട്ടുള്ളതാണ്. ഏട്ടാ, എനിക്ക് ജോലി കിട്ടിയെന്നാ. സത്യം? ഇൻഫോ പാർക്കിലോ? ഇൻഫോ പാർക്കിലോ? എന്റെ ദേവി, എന്റെ പ്രാർത്ഥന കേട്ടു. ഇനിയെങ്കിലും നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം. ഇത്ര നേരായിട്ട് കൊണ്ട് വരാനായില്ലേ? മനുഷ്യ ഇവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കണം. ജോലി കഴിഞ്ഞാൽ നേരെ പോന്നാ പോരാ. ഇനിയിപ്പോൾ എവിടെ പോയി എന്ന് വിചാരിച്ചിട്ടാ ഈ അങ്ങോട്ട് പോയി നോക്കണം. വല്ലാത്തൊരടങ്ങറ്. എത്ര പ്രാവശ്യം പറഞ്ഞാലും കേട്ടില്ല. വേഗം നേരത്തെ വന്നാൽ മതി. ഇനി മനുഷ്യ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ചാവണം. എന്നാ ശരിയടാ. ബൈ ബൈ. ബൈ ബൈ. ഏട്ടനോട് ഇരിക്കണ്ടായിരുന്നോ? ഞാൻ ഇവിടെ ടെൻഷൻ അടിച്ചിരുന്ന് മടുത്ത്. എന്തിനാ അപ്പൊ ടെൻഷൻ? ഇന്ന് ജോലി തിരക്ക് കുറച്ച് കൂടുതലായിരുന്നു. ആ രാജു അതുകൊണ്ട് എന്നെ കൊടുന്നാക്കിയത്. രാജു? ആ ഏട്ടനറിയില്ല, എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാ.
നീ എങ്ങോട്ടായി പോകുന്നത്? പോവല്ലേ. പോവരുത്, മിണ്ടി പോവരുത്. നിങ്ങളെ എനിക്ക് പറ്റിയൊരു ഭർത്താവല്ല. എന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസിനനുസരിച്ച് ആളല്ല നിങ്ങൾ. എനിക്കൊരു കുഞ്ഞിനെ പോലും തരാൻ കഴിയാത്ത നിങ്ങളാണ് എന്നോട് പോവരുതെന്ന് പറഞ്ഞത്. എന്തൊക്കെയാ നീ പറയുന്നത്? നീ എല്ലാം മറന്നോ? നമ്മുടെ ജീവിതം, നമ്മുടെ സ്വപ്നമൊക്കെ. സ്വപ്നം? എനിക്കൊരു കുഞ്ഞിനെ പോലും തരാൻ കഴിയാത്ത നിങ്ങളാണോ എന്റെ സ്വപ്നം പറയുന്നത്? എല്ലാം കൊണ്ടും നമ്മൾ പിരിയണ നല്ലത്. ഷിബെ പ്ലീസ് പോവല്ലേ. എന്തിനൊരു പരിഹാരല്ലേ? നീ എങ്ങോട്ടായി പോകുന്നത്? പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ പോകുന്നത് എങ്ങോട്ടാണ്? ഷീബെ പ്ലീസ് പോവല്ലേ. പ്ലീസ് പോവല്ലേ. ഷീബ് പോവല്ലേ, പോവല്ലേ, പ്ലീസ് പ്ലീസ്.